ആദ്യം ഇതൊന്ന് കഴുകി വൃത്തിയാക്കി കഴിച്ചു. ഇനി ഈ കപ്പ് നിറച്ചിട്ടിട്ട് ഗോതമ്പ് പൊടി ഇടുക. ഞാൻ ഇതൊന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഫില്ലാക്കിയിട്ട് ഇട്ടിട്ട് നമുക്ക് കാണിക്കാം ഗൈസ്. നമുക്കിതിന് ആവശ്യമുള്ള ബ്ലേഡ് ഇതാണ്. ഇതിന് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ബ്ലേഡ് ഇട്ട് നമുക്ക് ഈ കപ്പിൽ ഗോതമ്പ് പൊടി നിറച്ചിട്ടിടാം. 2 കപ്പ് ഗോതമ്പ് പൊടി ഇടാം. ഇതാ വാട്ടർ ഫോർ 1 കപ്പ് ഓഫ് ഫ്ലോർ ഇവിടെ എഴുതിയിട്ടുണ്ട്. 2 പ്രാവശ്യം ഇങ്ങനെ വയ്ക്കണം ഗൈസ്. നമുക്ക് ആദ്യം ഗോതമ്പ് പൊടി എടുത്തിട്ട് വരാം. ഐ ഓൾവേസ് പ്രിഫർ ആശീർവാദ് ഗൈസ്. ആശീർവാദ് നല്ലൊരു ഗോതമ്പ് പൊടിയാണ്. നമ്മളങ്ങനെ 1 കപ്പ് നിറച്ചിട്ട് ഇതാ ഇട്ട് കൊടുക്കുകയാണ്. ഇനി 1 കപ്പും കൂടി ഇടാം ഗൈസ്. അങ്ങനെ നെക്സ്റ്റ് കപ്പും കൂടി ഇടാൻ പോവുകയാണ്. അങ്ങനെ അതിട്ടു. ഐ തിങ്ക് 2 കപ്പ് ഇത് മതി ഗൈസ്. എനിക്ക് ഇത്രയെല്ലാം മതി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഓയിലും കൂടി ഇടണം ഗൈസ്. നമ്മൾ കുറച്ച് എണ്ണയും കൂടി ഒഴിക്കുകയാണ്. ഇത്ര എണ്ണ മതിയായിരിക്കും. ലെറ്റ്സ് മേക്ക് ദിസ് ഡോ ഗൈസ്. മേക്ക് ദിസ് ഡോ, ചപ്പാത്തി ഡോ. നമുക്കിതെല്ലാം മിക്സിയിലിട്ട് ഫിക്സ് ആയിട്ട് ഇനി അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കണം. ഇനി വാട്ടറിൽ വെച്ചാൽ ഇതാ വാട്ടർ ഫോർ 1 കപ്പ് ഓഫ് ഫ്ലോർ. ഇങ്ങനെ 2 പ്രാവശ്യം വേണം. ഇത് ഈ ലെവലിൽ 2 പ്രാവശ്യം വയ്ക്കണം ഗൈസ്. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് അടിച്ചിട്ടുണ്ട്, ഒരു 2 സെക്കൻഡ്. അതാകുമ്പോൾ ഉപ്പെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണ്ടിയിട്ടാണ്. നമുക്ക് വെള്ളമെല്ലാം ഫില്ലായിട്ട് നിറച്ചിട്ട് ഒഴിച്ചിട്ട് ഇതാക്കാം ഗൈസ്. നമ്മൾ വാട്ടർ എടുത്തിട്ടുണ്ട്. നമുക്കിതിനി ഒന്നിലിടാം. ഓ ഷിറ്റ്. ഇപ്പോൾ എവിടെ വെക്കുക? നമുക്കിത് വെള്ളം ഗൈസ്. സംഭവം നടപടിയാണെന്ന് രക്ഷയില്ല ഗൈസ്. ഇപ്പം ഇങ്ങനെയാണുള്ളത്. ഇതിങ്ങനെ തന്നെയാണ് കിട്ടേണ്ടതെന്ന് എനിക്കറിയില്ല ഗൈസ്. കടക്കടക്ക് കുറേ പൊടിയായിട്ട് അരമണിക്കൂറായി ഞാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെക്കാട്ട് ഭേദം കൈകൊണ്ട് കുഴക്കുന്നതായിരുന്നു. ഇനി നമുക്ക് ഇതെന്തായാലും എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് കുഴക്കാം. എനിക്ക് കഴിയല്ല, ഇത്ര നേരം കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എടുത്ത് ഗൈസ് സംഭവമല്ല. ഓക്കെ, ഞാൻ മിക്സിയിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോയാണ്. പക്ഷേ ഈ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ എല്ലാം കൂടി എടുത്ത് ഉണ്ടയാക്കാൻ തന്നെ ഒരു 10-15 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇത് എല്ലാം കൂടി ചപ്പാത്തിയെല്ലാം ആയിക്കഴിഞ്ഞ് നമ്മൾ ഈ ജാറ് ക്ലീൻ ചെയ്യുന്ന എത്ര സമയം എടുക്കുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാണിച്ചത് ഗൈസ്, ഇതൊക്കെ ഞാൻ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാണ്? എത്ര സമയം എടുക്കും, എങ്ങനെ ക്ലീൻ ചെയ്യുന്ന പോലും എനിക്കിപ്പോൾ ഐഡിയ ഇല്ല. അതുകൊണ്ട് ജാർ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ഫാർ ബെറ്റർ ഒരു പാത്രം എടുത്ത് കൈ കൊണ്ട് കുഴക്കുന്നതായിരിക്കും. നമുക്ക് ഇത്രയും മെനക്കേട് വരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് ബാക്കി ചപ്പാത്തിൻ്റെ പരിപാടി നോക്കാം. പക്ഷേ നമ്മളങ്ങനെ ഉരുട്ടി എത്ര ഉണ്ടാക്കി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അതായത് 12 ചപ്പാത്തിക്കുള്ള ചപ്പാത്തി ബോൾസ് ഉണ്ട്.
1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ ഗൈസ്, ഇത് പരത്തി ചുടേണ്ട പരിപാടിയുള്ളൂ. അങ്ങനെ പരത്തി ചുട്ടാൽ നമ്മൾ ചപ്പാത്തി കംപ്ലീറ്റ്. യെസ് ഗൈസ്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇതിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പകുതി പരിപാടി കഴിഞ്ഞ്. നമുക്ക് നേരെ ഇനി ക്ലീനിങ്ങിലോട്ട് കിടക്കാം ഗൈസ്. അതുവരെ ഇതോടെ ഇരിക്കട്ടെ, എവിടെയും പോകുന്നൊന്നുമില്ലല്ലോ. കാണാനൊരു രസമുണ്ടല്ലേ ഗൈസ്. ഗൈസ് അങ്ങനെ 1 മണിക്കൂറത്തെ ക്ലീനിങ്ങിന് ശേഷം നമ്മളെല്ലാം വൃത്തിയാക്കി എടുത്തു ഗൈസ്. അമ്മേ, നമുക്ക് ചപ്പാത്തി പരത്തിച്ചിട്ടുണ്ട് മാത്രം പരിപാടിയുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ ചപ്പാത്തി റെഡി ഗൈസ്. നമ്മൾ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. പരത്തി കഴിഞ്ഞാൽ ചുടേണ്ട പരിപാടി കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു. പരത്തിപ്പരത്തി ഏകദേശം ഇത്രയും പരത്തിയിട്ടുണ്ട്. 2 കൂടി ബാക്കിയുണ്ട്. ആൻഡ് എൻ്റെ ചപ്പാത്തികളെല്ലാം സ്ക്വയർ ആയിരിക്കും ഗൈസ്. സ്ക്വയർ. സർക്കിളാകുമ്പോൾ കുറേ പണിയാണ് കറക്റ്റ് ഷേപ്പ് ഇട്ടാണ്. സ്ക്വയർ ആകുമ്പോൾ ഭയങ്കര ഈസിയാണ് പരത്താൻ. സോ ഗൈസ് ഞാൻ ബാക്കിയും കൂടി പരത്തിയിട്ട് ചുടാം ഗൈസ്. അങ്ങനെ നമ്മൾ ചപ്പാത്തി ചുടുകയാണ് ഗൈസ്, ചുടുകയാണ്. പ്രൊഫഷണൽസ് കൈ കൊണ്ടെടുക്കും, നമുക്കും ട്രൈ ചെയ്ത് നോക്കാം. ചൂടാവാത്തതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് എണ്ണ ഒന്ന് തൂത്തിട്ട് ചപ്പാത്തി നമ്മൾ പരത്തി ചപ്പാത്തിനെ വേണ്ടി ഇടുക. എന്നിട്ട് ചുട്ടെടുക്കുക ഗൈസ്. അങ്ങനെ ചുട്ടെടുക്കുന്ന വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്നതാണെന്ന് ഞാൻ തോന്നുന്നു. ബട്ട് എനിക്ക് പാക്കറ്റ് ചപ്പാത്തി കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് ഗൈസ്. അതൊരിക്കലും മാറാൻ പോകുന്നില്ല. പാക്കറ്റ് ചപ്പാത്തി എന്ന് പറയുമ്പോൾ തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്യുന്നതല്ലാണ്ട് നമ്മൾ കഴിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ചപ്പാത്തി കഴിക്കണം. അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. എനിവേ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ്. ബൈ. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ. ഓക്കെ ശരി, ബൈ ബൈ ഗൈസ്. ഫൈനലി നമ്മുടെ ചപ്പാത്തിയെല്ലാം ചുട്ട് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ആൻഡ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല ഗൈസ്, ചുടുമ്പോൾ സൂക്ഷിക്കുക. എനിക്ക് ചെറുങ്ങനെ ഞാൻ ചപ്പാത്തി അമർത്തി പിടിച്ചൊരു ബാലൻസ് ഇട്ടിട്ട് നേരെ പാത്രം പിടിക്കാൻ പോയിരുന്നു. ചെറുങ്ങനെ ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ട്. നെവർ മൈൻഡ്. സോ ഇന്നത്തെ വീഡിയോ ഇതാ ചപ്പാത്തിയാണ് നമ്മൾ ഇന്ന് വീഡിയോ ഉണ്ടാക്കിയത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ഞാൻ ഈ മോവിൻ്റെ കറിയും കൂടി ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടെ. ഓക്കെ ബൈ.